എനിക്ക് ചില ആൾക്കാരടുത്ത് ഒരു ചെറിയൊരു കാര്യം പറയണമെന്നുണ്ട്. എനിക്ക് എന്ത് തന്നെ വന്നോട്ടെ, ഇവൻ ഒരു തലവേദന വന്നോട്ടെ, ഒന്നും വേണ്ട ഗൈസ്, ഒരു ലൂസ് മോഷൻ വന്നോട്ടെ, അപ്പോഴേക്കും എന്താണെന്നറിയോ, ദൈവം എനിക്ക് തന്ന പണിയാണ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് നിരന്തരമായിട്ട് എൻ്റെ എന്തൊരു കാര്യത്തെയും. കാരണം യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നൊരു സംഭവം ഞാൻ തുടങ്ങിയത് എൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പം നമ്മളുടെ ചീത്തയായിട്ടും നല്ലതായിട്ടും ഒക്കെ ഉള്ള വശങ്ങൾ നമ്മളതിലൂടെ പ്രേക്ഷകർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈവൻ എനിക്ക് മൈഗ്രെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ ഇപ്പുറത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ മൊയന്തകളുണ്ട്. അതിലൊരു മൊയന്ത അവക്ക് ദൈവം കൊടുത്തിരിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ റീസെൻ്റ്ലി എൻ്റെ കണ്ണിന് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഞാൻ മാങ്ങ ഒടിച്ചതാണ്. അപ്പം മാങ്ങ ഒടിച്ചപ്പം കൂടെയുള്ള മാങ്ങക്ക് ഞാൻ ഒടിച്ച മാങ്ങനെ ഒടിച്ചു കൊണ്ടുപോയത് ഇഷ്ടമായില്ല. എന്നോട് ദേഷ്യപ്പെട്ടു ദേവിയും തരുന്നതും എൻ്റെ മുഖത്ത്. അപ്പോൾ മാങ്ങക്ക് അറിയില്ല കേട്ടോ ഞാൻ സെലിബ്രിറ്റിയാണ് എന്നുള്ളത്, അത് വേറെ കാര്യം, മാങ്ങ അറിയാതെ ചെയ്തതാണ്. അപ്പോൾ ഇതും കൂടി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇപ്പോഴേ അവൾക്ക് ദൈവം അറിഞ്ഞു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം സുഹൃത്തെ, എനിക്ക് ആദ്യം ഒന്ന് പറയാനുള്ളത്, ഈ ദൈവം നമ്മളെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോണം നമുക്ക് കുറേ കടബാധ്യതകൾ തന്നിട്ടോ, അല്ലെങ്കിൽ കുറേ അസുഖങ്ങൾ തന്നിട്ടോ, അല്ലെ കുറേ ശത്രുക്കളെ തന്നിട്ടോ, അല്ലെ കുറേ മിത്രങ്ങളെ തന്നിട്ടോ എന്നൊന്നല്ല നമ്മളെ ദൈവം പരീക്ഷിക്കുക എന്ന് പറയുന്നത്. ദൈവം തരുന്ന ശിക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയാം. ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയി, അപ്പം നമ്മൾ വിചാരിക്കും ദൈവം തന്ന ശിക്ഷയാണ്. അതല്ല അതിൻ്റെ സത്യാവസ്ഥ. ദൈവം ഒരു മനുഷ്യന് ശിക്ഷയായിട്ട് കൊടുക്കുന്നുണ്ട്, അത് ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യത്തെ നമുക്ക് ആർക്കും കരകയറാൻ പറ്റാത്ത രീതിയിൽ ദാരിദ്ര്യം തരുന്ന സമയത്താണ് ദൈവം നമ്മളെ ശിക്ഷിക്കുക. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ അതൊരു ആക്സിഡൻ്റ് ആയി എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലേ, നമുക്ക് മെഡിക്കൽ കോളേജിൽ പോവാം, അവിടെ ഉണ്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതേപോലെ അവിടെ ഉണ്ട് ദൈവതുല്യമായിട്ടുള്ള ഡോക്ടർമാർ. നമ്മൾ ഡോക്ടർമാരെ ദൈവതുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കടബാധ്യതകൾ വന്നിട്ടുണ്ട്, അത് വീട്ടാനുള്ള ആരോഗ്യവും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ജോലിയെടുത്ത് വീട്ടുക എന്നുള്ള അവിടെ നിന്ന് നമുക്ക് ദൈവം തരുന്ന ശിക്ഷയായിട്ട് വരൂല. ദൈവത്തിന് ശിക്ഷിക്കുക എന്നുള്ള, ദൈവം അറിഞ്ഞ് ശിക്ഷിക്കുക എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. നമ്മൾ ഒരു നേരം പട്ടിണി കിടന്നാൽ നമുക്ക് ഓക്കെ, നമുക്കത് പറ്റും. രണ്ടാമത്തെ നേരം പട്ടിണി കിടന്നാൽ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ. മൂന്നാമത്തെ നേരം പട്ടിണി കിടക്കുകയാണെങ്കിൽ പൊന്നാര മക്കളെ, ആ ഒരവസ്ഥയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ തരണം ചെയ്താലും നമുക്കത് പറ്റില്ല. വിശപ്പ് എന്ന് പറയുന്നതാണ് ദൈവം തരുന്ന ശിക്ഷ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ മഹത്വം, ഭക്ഷണത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കി തരാനും കൂടിയാണ് റമദാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഈ മതവിശ്വാസികളുടെ ഇടയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ട്. ബാക്കി എന്തിനും സൊല്യൂഷൻ ഉണ്ട്. ഇനി നമുക്കൊരു ക്യാൻസർ രോഗം വന്നു, അതിനും ഇപ്പം പണമാണെങ്കിൽ പണം ചിലവഴിക്കാൻ നമ്മുടെ എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ചാരിറ്റി പോലെ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ കുറേ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേന് ദൈവം തന്ന ശിക്ഷ, എനിക്കിപ്പോൾ ഒരു കേസ് വന്നു, അതിൽ കുറേ ആൾക്കാർ പറഞ്ഞു ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന്. കേസ് വന്നിട്ടുണ്ട്, അത് വാദിക്കാൻ എനിക്കൊരു വക്കീലിനെ വെച്ചാൽ മതി. അപ്പോൾ വാദിക്കാൻ വക്കീൽ പോലും ഇല്ല, എനിക്ക് ജാമ്യം പോലും കിട്ടില്ല എന്നൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ദൈവം തന്ന ശിക്ഷയാണെന്ന് പറയാം. ഇതങ്ങനെയല്ല. ശരിക്കും യഥാർത്ഥത്തിൽ ദൈവം ഒരു വ്യക്തിയെ ശിക്ഷിക്കുന്നത് ദാരിദ്ര്യം കൊണ്ടാണ് എന്നുള്ളതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ എന്നുള്ള ഒരു ചെറിയൊരു റിക്വസ്റ്റേ എനിക്കുള്ളൂ. പിന്നെ ഇത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പറയാച്ചാൽ ദൈവം എനിക്ക് ശിക്ഷ ആയിട്ടായിരുന്നു തന്നതെങ്കിൽ ഇതിവിടെയല്ല, കണ്ണിലേക്കാണ് ആ കറയുറ്റുക. കണ്ണിലേക്ക് കറയുറ്റിട്ടുണ്ടായിരുന്ന സ്പോട്ടിൽ ഒരു പക്ഷേ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയായിരിക്കാം. മേ ബി പറയാൻ പറ്റില്ല. കണ്ണ് പൊള്ളുമല്ലോ, മുഖം പൊള്ളുമ്പോൾ കണ്ണും പൊള്ളുമല്ലോ. അപ്പോൾ കണ്ണ് കൊള്ളാനുള്ളത് പിരികത്തുമ്മ കൊണ്ടു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.
അപ്പം അതുപോലും ചിന്തിക്കാതെ എനിക്കെന്ത് വേണ്ട, ഒരു കൈമ്മൽ മുള്ളു കൊണ്ടാതി ദൈവം കൊടുത്ത ശിക്ഷ. ഇത് മാത്രമേ ഇവർക്ക് പറയാൻ അറിയുള്ളൂ. കാരണം ഇവർക്കതേ അറിയുള്ളൂ. ഇവർ ഈ പറഞ്ഞ മൊയന്തുണ്ണി അവളുടെ ഭർത്താവിനെ മൊട്ടച്ചേട്ടൻ എന്ന് വിളിച്ചിട്ട് ഏതോ വലിയ അമ്പലത്തിലേക്ക് വലിയൊരു നേർച്ച നേർന്നിട്ടുണ്ടാവില്ലേ, എനിക്ക് ക്യാൻസർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മൊയന്തനോട് എനിക്ക് പറയാനുള്ളത്, ക്യാൻസർ എന്ന രോഗം എനിക്ക് വരാൻ നീ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് വരാൻ എനിക്ക് യോഗമുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷെ ദൈവം എനിക്ക് അത് എൻ്റെ ലൈഫിൽ കൂടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയും ഞാൻ കടന്നു പോകണമെന്ന് ദൈവം എൻ്റെ തലയിൽ 4-ാം മാസത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നടക്കും. അതിൻ്റെ പ്രാർത്ഥനാലയൊന്നുമല്ല. അങ്ങനെ ഇപ്പോൾ കാണുമെങ്കിൽ നമുക്കെന്ത്, പ്രധാനമന്ത്രി രാജിവെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏട്ടെങ്കിലും നേർച്ച ഇറങ്ങാൽ പോരെ? വേണ്ട, മുഖ്യമന്ത്രി രാജിവെക്കാൻ നമുക്ക് ഏട്ടെങ്കിലും നേർച്ച ഇറങ്ങാൽ പോരെ? ഈ നേർച്ചക്കും കാഴ്ചക്കൊക്കെ ഫലമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യണം. ഞാനൊക്കെ ഒരുപാട് നേർച്ച നേരുന്നുള്ള ആളാണ്. പക്ഷേ അതിൽ ആ നേർച്ചയിലൊരു സത്യമുണ്ട് എന്നുള്ളത് ദൈവം നോക്കും. എന്തിനും നീതിയും ന്യായമൊക്കെ ദൈവം നോക്കിയിടയും. ഇതിപ്പം ഞാനിപ്പം ഇന്നൊരു നേർച്ച നേരെയാണ്. എനിക്ക് കണ്ണിന് ഭയങ്കര വേദന. ഈ വേദന മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു നേർച്ച നേരുന്നു. അപ്പോൾ ദൈവം നോക്കൂ, അങ്ങനെ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടോ, അങ്ങനെ ഒരു വേദനയുണ്ടോ, അത് റിയലായിട്ടുള്ളൊരു സംഭവമാണ്, അത് ഞാൻ മാറ്റിക്കൊടുത്തേക്കാം. നേരെ മറിച്ച് ആ മൊയന്തുണ്ണി ഉണ്ടല്ലോ, എൻ്റെ വീഡിയോസ് മാത്രം ഇടുന്ന മൊയന്താ, പാലക്കൽ തള്ളക്കുന്നൊരു ആക്സിഡൻറ്റ് നടക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നേർച്ച നേർന്നാൽ നടക്കുമോ? അത്രേ ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കുന്ന നേർച്ച എന്തിനാണെന്നും കൂടി ദൈവം നോക്കും. നല്ലതിനാണോ ചീത്തക്കാണോ? ഞാൻ ഒരു സംഭവം കേട്ടൊരു ചരിത്രമുണ്ട്. എന്തെന്നറിയോ? നമ്മളവിടെ ഉള്ളൊരു അമ്പലത്തിലും അതേപോലത്തെ പള്ളിയുണ്ട്. ഒടങ്ങാക്കാട് പള്ളിയിലും ഓടക്കാളി ക്ഷേത്രത്തിലൊക്കെ നേർച്ച നേർന്നാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഏതോ ഒരു നേർച്ച നേർന്നാൽ ആൾക്ക് മരണം വരെ സംഭവിച്ചേക്കാം എന്നുള്ള ഒരു സംഭവമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദേഷ്യം തോന്നുന്നവരോടൊക്കെ അങ്ങനെ നേർച്ച നേർന്നിട്ടാൽ പോരെ? ഇവനവർ മരണം സംഭവിച്ചാലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ വിശ്വസിക്കേണ്ട രീതിയിൽ വിശ്വസിക്കണം. ഇപ്പോൾ ഗുളിക ഇപ്പോൾ ഡോക്ടർ ഒരു ഗുളിക എഴുതി, ആ ഡോക്ടറെ നമുക്ക് വിശ്വാസമില്ല, ആ ഗുളിക കുടിച്ചാൽ നമുക്ക് ഏൽക്കൂല. നേരെ മറിച്ച് നമ്മൾ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടൊരു ഡോളോ മേടിക്കുക. എനിക്ക് പനി വന്നു, എനിക്ക് ഡോളോ മേടിക്കുക, അത് കുടിച്ചാൽ എനിക്ക് മാറുന്നു സ്വയം വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡോളോ മതി. നേരെ മറിച്ച് നമുക്ക് വിശ്വാസമില്ലാത്തൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് വേറെ ഇന്നാൾ കാണിച്ചിട്ട് മാറ്റമില്ലായിരുന്നു, ഇതിൽ മാറ്റം വരുമോ, ഏതായാലും ഗുളിക കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് മാറൂല. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പോൾ എനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ദൈവം തരുന്ന ശിക്ഷയാണെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ദൈവത്തിന് ഏത് നേരവും എൻ്റെ കാര്യം നോക്കാനല്ലേ നേരമുള്ളൂ. അതും കൂടി നമ്മൾ ചിന്തിക്കണം. ദൈവം നിരന്തരം നമ്മളൊരാളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഫോക്കസ് ചെയ്യുന്നത് നമ്മളെയാ. ഇപ്പം സോഷ്യൽ മീഡിയ നിരന്തരം എന്നിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ എയറിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കണ്ണുകൾ എപ്പോഴും ഈ ജസ്ന സലീം എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ്. അതേപോലെയാണ് ദൈവം എന്നെ പരീക്ഷിക്കുന്നുണ്ട്. ഫുൾ ടൈം എൻ്റെ നേരെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്നെ സംബന്ധിച്ച് സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് ദൈവം തന്നതാണെങ്കിൽ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കേട്ടോ.